ഇന്ന് നമുക്ക് ഒരു ഇറ്റാലിയൻ ഡിഷായ ലസാനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ആദ്യം ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 വലിയ സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഇതുപോലെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരു 4-5 വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്തെടുത്തത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ചിക്കൻ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ്. അതല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ മിൻസ്ഡ് ചിക്കൻ കിട്ടും, അതെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ബോൺലെസ് ചിക്കൻ ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ലസാനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ മിൻസ്ഡ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളിയാണ് എടുത്തത്. 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേസിൽ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരുപാട് ഡ്രൈ ആയിട്ടിരിക്കരുത്. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചിക്കൻ്റെ കൂട്ടിരിക്കേണ്ടത്. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കരുത്, ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ എടുക്കുന്ന അത്രയും തന്നെയാണ് മൈദ ഇതിലേക്ക് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൈദ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കണം, അതല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. വൈറ്റ് സോസ് ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മളിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ലസാനിയ ഷീറ്റ് ഒന്ന് വേവിച്ചെടുക്കണം.
ലസാനിയ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 ഷീറ്റാണ് വേവിച്ചെടുക്കുന്നത്. 2 ലെയറായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കാം. നമ്മൾ പാസ്തയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ഈ ഷീറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലസാനിയ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ട്രേ എടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ട്രേയിൽ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് വൈറ്റ് സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതിൻ്റെ മേലെ ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കണം. ലസാനിയ ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ലെയർ. അധികം വരുന്നത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ കൂട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ചിക്കൻ പകുതിയാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കേണ്ടത്. പകുതി മാറ്റി വെക്കണം. ഇനി നമ്മളിതിൻ്റെ മേലെ വൈറ്റ് സോസ് വെച്ച് കൊടുക്കാം. വൈറ്റ് സോസിൻ്റെ പകുതി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമുക്കൊരു ലെയറും കൂടെ വൈറ്റ് സോസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ബാക്കി പകുതി മാറ്റി വെക്കാം. ഇനി നമ്മളിതിൻ്റെ മേലെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ചീസൊക്കെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അതൊക്കെ നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കുറച്ചധികം ചീസ് നമ്മൾ വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മളിതിൻ്റെ മേലെ ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചിക്കൻ മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വൈറ്റ് സോസ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് വെക്കാം. മൊസറല്ല ചീസ് കുറച്ച് അധികം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. മൊസറല്ല ചീസ് നമ്മൾ ലാവിഷായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഒരു കളറിൽ വരുന്നവരെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഇതുപോലെ ചെയ്യാൻ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്